ഈ വർഷത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയ മൂവിയാണ് ഫെമിനിച്ചി ഫാത്തിമ, ഡയറക്ടഡ് ബൈ ഫാസിൽ മുഹമ്മദ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമ. ഇതില് പോർട്രേഡ് ആയിട്ടുള്ളത് മലപ്പുറത്തെ ഒരു ലോ ഇൻകം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഈ ഒരു സിനിമ കണ്ട സമയത്ത് ഒരു സിനിമ കാണാ, കുറെ പേര് അഭിനയിക്കുക നമുക്കറിയാം. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ വീടിന്റെ ബാൽക്കണിയിലോ ടെറസിലോ അല്ലെങ്കിൽ ഒരു സിറ്റ് ഔട്ടിലോ ഒക്കെ ഇരുന്നിട്ട് നമ്മൾ കുറെ നെയ്ബേഴ്സിനെ കാണുന്ന ഒരു ഫീൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ശരിക്കും ഫെമിനിസ്റ്റ് ഫാത്തിമ ആസ് എ നെയിം സജസ്റ്റ്, സ്ത്രീക്ക് അവരുടെ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടും ഫെമിനിസ്റ്റ് ആവാം എന്ന മൂവി കാണിച്ചു തരുന്നുണ്ട്. ശരിക്കും അത്ര ലോങ് മൂവി അല്ല, നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാർ വാല്യൂ ഉള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. ഷംല ഹംസ ഇസ് തേർ, നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അവരൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ശേഷം എനിക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വന്നൊരു മൂവി ഇത്രമാത്രം എനിക്ക് ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് വെരി അപ്രീഷിയബിൾ. സുഡാനി ഫ്രം നൈജീരിയ എന്ന മൂവിക്ക് ശേഷം ഒരു മലപ്പുറം ഫാമിലി, മലപ്പുറത്തെ ഒരു കൾച്ചർ, ആളുകളുടെ സ്നേഹം ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഈ സിനിമയ്ക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഫെമിനിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അത് ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള ഒന്നാണ്. ഇപ്പോൾ എന്നോട് തന്നെ ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ എല്ലാ ഡയമെൻഷൻസും ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ഐഡിയനെ, അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് മൊത്തം കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഫെമിനിസം പറയുന്നു, പ്രിവിലേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്ന ഫെമിനിസം. അപ്പൊ ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും അങ്ങനെയാണൊക്കെ ഉള്ളത്. അപ്പോൾ അതല്ലാണ്ട് വളരെ വളരെ താഴെക്കിടയിൽ നിൽക്കുന്ന ഇൻ ടേംസ് ഓഫ് അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ലോ ഇൻകം ഫാമിലിയിലും ഫെമിനിസം ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ ഫെമിനിസം പറ്റും എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ മൂവി ശരിക്കും വളരെ നന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഒരു സ്പെസിഫിക് കൾച്ചറിനെ കുറിച്ചാണ് ഈ മൂവി സംസാരിക്കുന്നത്. വളരെ ഇൻഡെപ്ത് ആയിട്ടോ വളരെ ഡീറ്റെയിലിംഗ് ഈ മൂവിയിലുണ്ട്. ശരിക്കും വേണമെങ്കിൽ അതൊരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റ് ആയി മാറാമായിരുന്നു. ഇപ്പോ നമ്മള് റീസെന്റ് ഫെമിനിസത്തിനെ കുറിച്ചൊക്കെ ചർച്ചകൾ കൂടുകയാണ്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് പ്രിവിലേജിൽ നിന്നിട്ടുള്ള സ്ത്രീകള് ഫെമിനിസ്റ്റുകളെ പുച്ഛിക്കുന്നതും ഫെമിനിസ്റ്റുകളെ കളിയാക്കുന്നതായിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മളിപ്പോ റീസെന്റ് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒട്ടും കോൺട്രവേഴ്സ്യൽ അല്ലാത്ത രീതിയിൽ വളരെ വളരെ സിമ്പിളായി ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആരെയും വേദനിപ്പിക്കാണ്ട്, അതായത് വെൻ ഇറ്റ് കംസ് ടു കൾച്ചർ, ഫാമിലി സെറ്റപ്സ് ഒക്കെ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. പക്ഷെ അത് ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ ഇറ്റ്സ് ദെയർ. അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം അതൊരു പക്ഷെ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആവില്ല. ചിലപ്പോഴെങ്കിലും സ്ത്രീകൾ അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം വളരെ വളരെ നന്നായിട്ട് തന്നെ